പുളിയും ഉണ്ടാക്കാം. നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കടുക്, ഉണക്കമുളക്, ഉഴുന്ന് പരിപ്പ് ഒന്ന് ചുവന്ന് വരട്ടെ. കറിവേപ്പില, ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി, കുറച്ചധികം പുളി കുതിരാനിടണം. നല്ലോണം മൂത്ത് ചുവന്ന് വരണം കേട്ടോ. ഇപ്പോൾ മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ചുവന്ന് വരണം. ബ്ലിഞ്ച് ഉണ്ടാക്കാൻ അറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല. എന്നാലും ചിലപ്പോൾ കുഞ്ഞു കുഞ്ഞു വ്യത്യാസങ്ങളുണ്ടാവാം അല്ലേ. ഇപ്പോൾ ഞാനുണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം വന്നിട്ടുണ്ട്. മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തു. മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെയും ആ പച്ച മണം ഒന്ന് മാറട്ടെ. ഇതിലേക്ക് നമ്മൾ പുളിവെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. മധുരത്തിന് ആവശ്യമായ ശർക്കര, ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. ഉപ്പ് 2 സ്പൂൺ ചേർത്തെടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, പുളി പിഴിഞ്ഞ കൊത്തുണ്ടായിരുന്നു കേട്ടോ. ഇത് ഒരിക്കൽ കൂടെ ഒന്ന് പിഴിഞ്ഞിട്ട് കായം. ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പ് പുളിയൊക്കെ ഒന്ന് നോക്കിക്കോണം. ഇതിപ്പോൾ ഇത്രയും ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇത് ഈ വെള്ളത്തിൽ കിടന്ന് ഇഞ്ചി നല്ലോണം വേവണം. എന്നിട്ട് കുറുകി എണ്ണ തെളിഞ്ഞ് വരും. ഇത് കുറുകി വരുന്നുണ്ട്. ഇനി കുറച്ചുകൂടെ ഒന്ന് കുറുകി വരട്ടെ. നമുക്ക് കുറച്ച് ഉലുവാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. അത് കുറുകി വരുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. എണ്ണ തെളിഞ്ഞ് വരണം. ഈ എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതിയാവും കേട്ടോ. നമുക്കിനി ഫ്ലെയിം ഓഫാക്കാം. നാളെ ആകുമ്പോൾ ഇത് കറക്റ്റ് പരുവത്തിലുണ്ടാവും. എന്നിട്ട് നമുക്കത് ഭരണിയിലാക്കാം. സെറ്റായിട്ടുണ്ട്. നമുക്കത് ഭരണിയിലേക്ക് മാറ്റാം.